നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി 28ഓളം പ്രതിപക്ഷ പാർട്ടികൾ ഒരു കുടയ്ക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് രൂപീകരിച്ച ഒരു മുന്നണിയായിരുന്നു INDA. രാജ്യത്തിനുൾപ്പെടെ വലിയ പ്രതീക്ഷ ഈ മുന്നണിയെക്കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ മുന്നണി ഒരു സംസ്ഥാനത്തും സജീവമല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതാനും ചില സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ഈ INDA എന്ന പ്രതിപക്ഷ മുന്നണി ചുരുങ്ങിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആ മുന്നണിയുടെ അവസ്ഥ ഏകദേശം മനസ്സിലാവുകയും ചെയ്യും. ആദ്യത്തെ സംസ്ഥാനം തീർച്ചയായും ബീഹാറാണ്. ഈ INDA എന്ന സഖ്യത്തിന്റെ രൂപീകരണത്തിന് പോലും ചുക്കാൻ പിടിച്ചത് ബീഹാർ മുഖ്യമന്ത്രിയും JDUവിന്റെ നേതാവുമായിരുന്ന നിതീഷ് കുമാർ ആയിരുന്നു. സഖ്യത്തിന്റെ മുഖമായി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി താൻ തന്നെ വരണം എന്നുള്ള ഒരു മോഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു താനും. പക്ഷേ ഒടുവിൽ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് നിതീഷ് കുമാർ മുന്നണി വിടുകയായിരുന്നു. ബീഹാറിലെ മഹാസഖ്യ സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ടാണ് നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക് വീണ്ടും ചേക്കേറിയത്. ഇതോടെ ബീഹാറിലെ INDA സഖ്യത്തിന്റെ എല്ലാ പ്രതീക്ഷകൾക്കും മങ്ങലേറ്റു. അടുത്ത സംസ്ഥാനം ബംഗാളാണ്. അവിടെ മമതാ ബാനർജി INDA സഖ്യത്തിന്റെ ഭാഗമാണ് എങ്കിൽ പോലും ബംഗാളിലും ത്രിപുരയിലും ഒന്നും സഖ്യമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസും CPM-ഉമായിട്ടാണ് സഖ്യമായി ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലും മമതാ ബാനർജി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് തനിച്ച് തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് സഖ്യത്തിന് മമതയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും CPM-നെ ഒരിക്കലും തങ്ങളുടെ ഒപ്പം കൂട്ടാൻ സാധിക്കില്ല എന്നുള്ള കടുംപിടുത്തമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ INDA എന്ന മുന്നണിയുടെ നട്ടലൊടിച്ചത്. അടുത്ത സംസ്ഥാനം UP ആണ്. ഉത്തർപ്രദേശിലാവട്ടെ നിതീഷ് കുമാർ സഖ്യം വിട്ടതിന് തൊട്ട് പിന്നാലെയാണ് മറ്റൊരു സഖ്യകക്ഷിയായ RLDയും ഈ മുന്നണി വിട്ടുപോകുന്നത്. INDA സഖ്യത്തിന്റെ ഭാഗമായി 7 സീറ്റുകളിൽ മത്സരിക്കാം എന്നതായിരുന്നു RLDയുമായുള്ള ഒരു സീറ്റ് ധാരണ. എന്നാൽ BJP ആവട്ടെ 2 സീറ്റുകൾ ലോക്സഭയിലേക്കും ഒരെണ്ണം രാജ്യസഭയിലേക്കും വാഗ്ദാനം ചെയ്തുകൊണ്ട് RLDയെ ഉത്തർപ്രദേശിൽ നിന്നും റാഞ്ചിയെടുക്കുകയും ചെയ്തു. ഫലത്തിൽ UPയിലെ സഖ്യം കോൺഗ്രസിനും SP-ക്കും ഇടയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കാണാൻ. SP-യുമായുള്ള സഖ്യത്തിലാവട്ടെ 17 സീറ്റിൽ മാത്രമേ കോൺഗ്രസിന് UPയിൽ മത്സരിക്കാനും സാധിക്കുകയുള്ളൂ. ജമ്മു കാശ്മീരിലും ഏതാണ്ട് സമാനമായ അവസ്ഥ തന്നെയാണുള്ളത്. ജമ്മു കാശ്മീരിലെ പ്രധാന സഖ്യകക്ഷികളാണ് നാഷണൽ കോൺഫറൻസ് PDP എന്ന് നമുക്കറിയാം. എന്നാൽ ഈ നാഷണൽ കോൺഫറൻസ് BJP-യുമായി സഖ്യം രൂപീകരിക്കാനുള്ള ചർച്ചകളിലാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്ത. തീർച്ചയായും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അത്തരത്തിലുള്ള ഒരു മറുകണ്ഠം ചാടൽ ജമ്മു കാശ്മീരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. PDP ആവട്ടെ സഖ്യത്തിലല്ല മറിച്ച് തങ്ങൾ തനിച്ച് മത്സരിച്ചു കൊള്ളാം എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. ഫലത്തിൽ ഈ INDA എന്ന പ്രതിപക്ഷ മുന്നണി ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ദക്ഷിണേന്ത്യയിലെ തമിഴകം മാത്രമാണ്. ഈ തമിഴ്നാട്ടിൽ 2019 രൂപീകരിച്ച ഒരു സഖ്യമുണ്ട്. ആ സഖ്യം ഇപ്പോഴും വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. DMK-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് പുറമെ CPM, CPI, മുസ്ലിം ലീഗ്, VCK തുടങ്ങിയവരാണ് ഇതിൽ സഖ്യകക്ഷികളായിട്ടുള്ളത്. നമുക്കറിയാം കമൽഹാസന്റെ മക്കൾ നീതി മയ്യം കൂടി ഇവർക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെയും പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ നൽകിയിട്ടുമില്ല. അതിനോടൊപ്പം കമൽഹാസൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാടമ്പി രാഷ്ട്രീയം കളിക്കുന്ന ആരുമായും താൻ സഖ്യത്തിനില്ല എന്നാണ്. ഇത് തീർച്ചയായും DMK-ക്ക് നേരെയുള്ള ഒരു പരാമർശമായി തന്നെ വിലയിരുത്തപ്പെടുന്നുമുണ്ട്. പക്ഷേ INDA സഖ്യത്തിൽ താൻ ചേരാനില്ല അല്ലെങ്കിൽ INDA സഖ്യത്തിനൊപ്പം ഇല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കമൽഹാസൻ നടത്തിയിട്ടുമില്ല. മാത്രമല്ല ഭാരത് ജോഡോ യാത്രയിലടക്കം രാഹുൽ ഗാന്ധിക്കൊപ്പം വളരെ സജീവമായി കമൽഹാസൻ ഉണ്ടായിരുന്നു താനും. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഈ സംസ്ഥാനങ്ങളിലെ INDA എന്ന മുന്നണിയുടെ നിലവിലെ അവസ്ഥ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകളുള്ള പല സംസ്ഥാനങ്ങളിലും ഈ സഖ്യം നിർജീവമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതേസമയം ഈ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിനും ഇവർക്കൊപ്പമുള്ള സഖ്യകക്ഷികൾക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ മാറി മറിയും. ന്യൂസ് ഡെസ്ക് മലയാളം.